all, welcome back to my channel. So this is part 3 of Azerbaijan. Close to harmony when the world is sound asleep. Something's gonna bring the change. Journeys we are meant to take. എൻ്റെ മുമ്പിൽ നിൽക്കുക. വി ആർ വെയിറ്റിംഗ് ഫോർ ആ ടൂർ ഗൈഡ്. ഇപ്പം നമ്മൾ ഇന്ന് ഗബാല എന്ന് പറയുന്ന ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവാ. But it's not okay, yeah. Whatever, can I walk away, oh yeah. I can still see your face, so tell me what to do, cause I can't find a way. I love you too, don't love me back. I can send this feeling inside my mind. Baby, please just tell me if I'm fine, cause I don't know why you're stuck in my heart, baby. Could be my best bud, my best bud. അസർബൈജാൻ കോഫി ട്രൈ ചെയ്യാം. Two and a half hours ട്രാവൽ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു മോസ്കിൻ്റെ അവിടെ നിൽക്കുന്നു. ഞങ്ങളിപ്പോൾ എല്ലാം കൂടി പൊക്കിയിലോട്ട് പോയിരുന്നു. ഗൂഗിൾ ഷോർട്ട് കട്ട് Come and fly away with me. 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 Don't you be afraid, everything will change. You and I jumping off the edge. They say dreamers never die. So come and fly, come and fly, come and fly away with me. ഹലോ. സോ കുറേ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ഹണി ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കുക. ഇവിടെ കുറച്ച് ഇവരുടെ തന്നെ ഫാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ മൊത്തം ഗ്ലൂമി ആയിരുന്നു. നമ്മുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞു. നമ്മളൊരു മോസ്കിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ നല്ല മഴയുണ്ടായിരുന്നു. ഡ്രസ്സ് മൊത്തം ചീത്തയാണ്. ഒരു ജംപ് സ്യൂട്ട് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഞാൻ കുറച്ച് ഉണങ്ങാൻ വേണ്ടിയും കൂടി വന്ന് ഇവിടെ നിൽക്കുക. ഞങ്ങളിനി നെക്സ്റ്റ് പോകുന്നത് ഇനി ലഞ്ച് ടൈം ആയിരുന്നു തോന്നുന്നു. ലഞ്ച് കഴിച്ചിട്ട് ഗബാലയിൽ പോവും. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. യാ, ദാറ്റ്സ് ഇറ്റ്.
ഫുഡ് കഴിക്കാനൊരു സ്ഥലത്തൊന്ന് നിൽക്കുക. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു രാജോ? അവരുടെ അസർബൈജാനി ഫുഡായിരുന്നു, നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പിന്നെ ചോറും അവർ തന്ന സാലഡി എന്നിട്ട് തക്കാളിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ മറ്റേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പോകുമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല. ഹണി ആ സ്ഥലത്ത് വിസിറ്റ് ചെയ്തു, പിന്നെ കുറേ ട്രാവൽ ചെയ്തു. റോട്ടിലൊക്കെ കേരളത്തിൻ്റെയും ഗട്ടറുണ്ട്. കുലുങ്ങി 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 ഇവിടം വരെ എത്തി. നല്ല വ്യൂ, നല്ല കാം ആൻഡ് ക്വയറ്റ്. Hi guys, now we reached Gambala. ഞങ്ങൾ ആ കേബിൾ കാർ കയറുമ്പോൾ രാജിക്ക് പേടിയാണ്. പിന്നെ നിർത്തൂല. ഞങ്ങളിപ്പോ ഉള്ളത് കേബിൾ കാറിലാണ്. 2000 feet ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ നമ്മള് മൗണ്ടന്റെ ടോപ്പിലോട്ട് പോയി തിരിച്ചതുപോലെ വരും. But it's not okay, yeah. Whatever, can I walk away, oh yeah. I can still see your face, so tell me what to do, cause I can't find a way. I love you too, don't love me back, back. I can send this feeling inside my mind, mind. Baby, please just tell me if I'm fine, cause I don't know why you're stuck in my heart, baby. Could be my best bud, my best bud. It's not okay, yeah. Whatever, can I walk away, oh yeah. I can still see your face, so tell me what to do, cause I can't find a way. I love you too, don't love me back, back. I can sing this. ഞങ്ങളിപ്പോ നോഹൂർ ലേക്ക് നമുക്ക് ഇഷ്ടമല്ല. അമ്മയും കുഞ്ഞു വേണ്ട, ഞാൻ പോട്ടെ. സോ ഞങ്ങളിപ്പോൾ നുഹൂർ ലേക്കിൻ്റെ അടുത്താണ്. ഞങ്ങളപ്പോൾ കേബിൾ കാറല്ലേ, കേബിൾ കാറിരുന്ന് ഓക്കെ കറങ്ങി ഇപ്പോൾ നുഹൂർ ലേക്കിൻ്റെ അടുത്തെത്തി. നൈസ് വ്യൂ. Baby, please just tell me if I'm fine, cause I don't know why you're stuck in my heart, baby. Could be my best bud, my best bud. I won't pull up, you're fake bud. And I feel good, I feel good when you walk around, baby, just do. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് എത്ര മണിക്കൂറാ? രാവിലെ 8 മണിക്ക് പോയിട്ട് 10 മണിക്കാ തിരിച്ചു വന്നത്. കുഴപ്പമില്ല, പക്ഷേ കുറെ സ്പോട്ടൊക്കെ ടൂർ ഗൈഡ് ഞങ്ങൾ പറ്റിച്ചതുപോലെ എനിക്ക് തോന്നി. അയാള് ഫ്ലഡാന്നൊക്കെ കാണാൻ അങ്ങനെയൊന്നുമില്ല. കൺട്രി സൈഡ്
ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കുന്നും മലയും ഫോഗ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റി വൈബ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ദിവസത്തേക്ക് അസർബൈജാൻ വന്നിട്ട് നിസാമി സ്ട്രീറ്റ് കറങ്ങാനേ ഉള്ളൂ. ലൈക്ക് കൺട്രി അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫോഗി ലൈക്ക് ഇങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യണം. അവിടുത്തെ സിറ്റി ലൈഫ് മാത്രമല്ല കൺട്രി സൈഡൊക്കെ എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ കം ടു അസർബൈജാൻ. ലൈക്ക് ഇറ്റ് സെയിം ലൈക്ക് നിങ്ങൾ വേറെ വീഡിയോസൊക്കെ ലൈക്ക് യൂറോപ്യൻ കൺട്രീസിൻ്റെ ഇതൊക്കെ നോക്കിയാൽ ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ സെയിം ആയിട്ടാണ്. ഇൻഷാല്ലാ അവിടെയൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മാറ്റി പറയാം. ബട്ട് എനിക്ക് ഞാൻ വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ എനിക്ക് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സെയിം വ്യൂ ആണ്. ലൈക്ക് 2 സൈഡും കുറേ വീടുകളും പിന്നെ കുറേ എന്താണ് ചെമ്പരിയാടല്ലേ കുറേ ഷീപ്പും പിന്നെ കൗസൊക്കെ അവിടെ നിന്ന് പുല്ല് കടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ അമ്മൂമ്മമാർ അവിടെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ച് പോകുമ്പോൾ അങ്ങോട്ട് ഒരേപോലത്തെ സൂപ്പർ മാർക്കറ്റ്സ് കാണാം, കുറച്ച് പെട്രോൾ പമ്പ്സ് കാണാം. പിന്നെ അതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കാണാം. അപ്പം നമുക്കത് ഇഷ്ടം, സിറ്റി ലൈഫും ഇഷ്ടമാണ്, അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഒരു അണ്ടർ ബഡ്ജറ്റ് ഫസ്റ്റ് ഇപ്പം ട്രാവൽ ചെയ്ത് തുടങ്ങുന്നവർക്കാണെങ്കിൽ അസർബൈജാൻ ഒരു ഗുഡ് ഓപ്ഷനാണ്. ലൈക്ക് ഞങ്ങളെ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺട്രിയാണ് അല്ലേ. ലൈക്ക് ആസ് ഇൻ ലൈക്ക് ട്രിപ്പ് പോയത് വി ആർ ഫ്രം സൗദി. ലൈക്ക് രാജ അവിടെ ഒരു 10 വർഷമായിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ടില്ല. ബട്ട് ലൈക്ക് ആസ് ഇൻ ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ കൺട്രി ആദ്യമായിട്ടാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. സോ ഞങ്ങളെ പോലെ ഇങ്ങനെ ട്രിപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അസർബൈജാൻ ഇസ് എ ഗുഡ് ഓപ്ഷൻ. ലൈക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെ. ഇവിടെ വന്നാലും വേറെ ഹിഡൻ ചാർജസോ അങ്ങനെ ഭയങ്കര ചിലവുകൾ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് നിങ്ങൾക്ക് ഫുഡൊക്കെ 2 മനാത്ത് ലൈക്ക് 4 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ തോന്നും. ബട്ട് ഭയങ്കര ചീപ്പായിട്ട് തോന്നി എനിക്ക്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാറ, നമ്മൾ സൗദിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് സാറയുടെ പ്രൈസ് ടാഗ് ഒരിക്കലും 199 ബിലോ കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 250 റിയാൽ 300 റിയാലൊക്കെയാണ്. ഇവിടെ പക്ഷേ 39 റിയാലേ ഉള്ളൂ. ഭയങ്കര ചീപ്പാണ്. ഇവിടെ ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ബ്രഷ് കെയറൊക്കെ ഭയങ്കര ചീപ്പായിട്ട് തോന്നും. മിക്കവാറും ഇവിടെ ഇമ്പോർട്ട് ചാർജസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. സോ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ വരിക. പിന്നെ ഈ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പേഴ്സണൽ എക്സ്പെൻസസ് ആണ്. അതൊന്നും നമുക്ക് ഡിപ്പെൻസ്. ലൈക്ക് ചിലവർ ഭയങ്കര ഷോപ്പ് ചെയ്യും, ചിലവർ ഒട്ടും ഷോപ്പ് ചെയ്യത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഫുഡിൻ്റെയും കാണുന്നില്ല. ഫുഡിൻ്റെ ഒന്നും അങ്ങനെ ഞങ്ങൾക്ക് ചിലവ് വന്നില്ല. ഞങ്ങളങ്ങനെ ഫുഡൊന്നും അത്രയ്ക്കും അങ്ങനെ കഴിക്കാത്തപ്പോൾ നിങ്ങൾക്ക് 3 നേരം ഫുഡൊക്കെ വേണ്ടവരാണെങ്കിൽ ചിലപ്പോൾ അതനുസരിച്ച് എക്സ്പെൻസ് വരും. അപ്പം അതൊക്കെ ഡിപ്പെൻസ്. സോ അങ്ങനെ 3rd ഡേയും കഴിഞ്ഞു അസർബൈജാൻ. ആൻഡ് നാളെയും കൂടി ഉള്ളൂ. സോ നാളെ ഞങ്ങൾ വേറെ ഇന്ന് പോയ റൂട്ട് തന്നെയാണ്. ഞങ്ങൾ ഇന്ന് ഒരു 300 കിലോമീറ്റേഴ്സ് എന്തോ നമ്മൾ ട്രാവൽ ചെയ്തു. നാളെ 30 or 40 കിലോമീറ്റേഴ്സ് എന്തോ ട്രാവൽ ചെയ്തു. കുറച്ച് ഹിസ്റ്റോറിക്കൽ സൈഡ് ഓഫ് അസർബൈജാൻ. ഇന്ന് നേച്ചർ സൈഡായിരുന്നു ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. നാളെ ഹിസ്റ്റോറിക്കൽ സൈഡ് ഓഫ് അസർബൈജാൻ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ 2 ഡിഫറെൻറ്റ് ഇതാണ്. പിന്നെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഷേക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള പക്ഷേ ടൈമില്ല. ഇൻഷാല്ലാ മേ ബി നെക്സ്റ്റ് ടൈം. So yeah, that's it for today's video. I hope you all enjoyed my video. എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടിക്കാണും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇൻഫോർമേഷൻസും കുറേ ഏരിയാസൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം പറഞ്ഞാണെങ്കിൽ എല്ലാം ഒരേപോലെയാണ്. ഇപ്പം കൺട്രി സൈഡ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേപോലെയാണ്. ഒരു യൂണിഫോമിറ്റി ഉണ്ട് എല്ലാത്തിനും. ഇപ്പം എന്താ പറയുക, അതിപ്പം
നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കുറേ വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ആ കേബിൾ കാറാണ്. ആ 2000 feet എബവ്, 2000 അല്ല അതിലും കൂടുതലുണ്ടെന്ന് തോന്നല്ലേ, അതിലും കൂടുതലുണ്ട്. ആ 2000 feet എബവ് നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ആ വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പം നമുക്കത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. നല്ല ഫോഗി ഉണ്ടെങ്കിലും ഞാൻ എന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ അത്ര റെസിസ്റ്റൻസ് ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ വിറയ്ക്കുന്ന ആളാണ്. ബട്ട് ഫോഗി ആയിരുന്നെങ്കിലും അത്ര നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്ര തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് ഗുഡ്. ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ 10 മണിയേനുമല്ലേ, പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ ഇരുട്ടുള്ളൂ. സോ 2 hours ഡാർക്ക്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡേ ലൈറ്റ് ആയിരുന്നു. സോ അപ്പം അതൊക്കെ ഉള്ളൂ അസർബൈജാനെ പറ്റി പറയാൻ. അപ്പോൾ നമുക്ക് നാളത്തെ വ്ളോഗിൽ വേറെ ഹിസ്റ്റോറിക്കൽ സൈഡ് ഓഫ് അസർബൈജാൻ കാണാം. ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ ലീവിങ്. ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് that's it for today's video. See you again with part 4 of Azerbaijan. Bye.